അധ്യായം 25. അബ്രാഹം കെത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവളിൽ അവന് സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷൂവാഹ് എന്നിവർ ജനിച്ചു. യോക്ഷാന് ഷെബായും ദദാനും ജനിച്ചു. ദദാന്റെ മക്കളാണ് അഷൂറിം, ലത്തൂഷിം, ലവുമിൻ എന്നിവർ. മിദിയാന്റെ മക്കൾ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ എന്നിവരാണ്. ഇവർ കെത്തൂറായുടെ സന്താനങ്ങളാണ്. അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു. തൻ്റെ ഉപനാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി. താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു. അബ്രാഹത്തിന്റെ ആയുഷ്കാലം 175 വർഷമായിരുന്നു. തൻ്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രാഹം അന്തിശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു. മക്കളായ ഇസഹാക്കും ഇസ്മായേലും മാമ്രയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്തിന്റെ മകനായ എഫ്രോണിന്റെ വകയായിരുന്ന മക്പെലാ ഗുഹയിൽ അവനെ അടക്കി. ഹിത്യരിൽ നിന്ന് അബ്രാഹം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ. അവിടെ അബ്രാഹം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. അബ്രാഹത്തിന്റെ മരണത്തിന് ശേഷം ദൈവം അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അവൻ ബേർലഹായിറോയിൽ പാർത്തു. സാറായുടെ ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അബ്രാഹത്തിനുണ്ടായ ഇസ്മായേലിന്റെ മക്കൾ ഇവരാണ്. ജനനക്രമമനുസരിച്ച് ഇസ്മായേലിന്റെ മക്കളുടെ പേര് വിവരം: ഇസ്മായേലിന്റെ കടിഞ്ഞൂൽ പുത്രൻ നെബായോത്ത്, തുടർന്ന് കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ദൂമ, മസ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, കേദമ. ഇവരാണ് ഇസ്മായേലിന്റെ പുത്രന്മാർ. ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ 12 പ്രഭുക്കന്മാരുടെ പേരുകളാണിവ. ഇസ്മായേലിന്റെ ആയുഷ്കാലം 137 വർഷമായിരുന്നു. അവൻ അന്തിശ്വാസം വലിക്കുകയും തൻ്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു. ഹവീല മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസമുറപ്പിച്ചു. അസീറിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിന്റെ എതിർവശത്താണ് ഷൂർ. അവർ ചാർച്ചക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത്. അബ്രാഹത്തിന്റെ പുത്രനായ ഇസഹാക്കിന്റെ വംശാവലി. അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്ക്